ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ, സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങൾ ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ്. ഇക്കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസം തന്നെ എടുത്താൽ അങ്ങേക്ക് തന്നെ അറിയാമായിരിക്കും എത്ര പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളതെന്ന്. ഇന്നലെ തന്നെ രണ്ടിടത്ത് 2 പേർക്ക് ജീവൻ നഷ്ടമായി, ഇടുക്കിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് വയനാട് ഒരാൾക്ക് കൂടി, നൂൽപ്പുഴയിൽ ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നൂൽപ്പുഴയിലെ കാര്യം സംസാരിക്കുമ്പോൾ അത് വനാതിർത്തിയിലുള്ള ഗ്രാമമാണ്, എങ്കിൽ പോലും 20 കുടുംബങ്ങളുണ്ട്. ഇവരുടെ പുനരധിവാസത്തിന് ഇനിയും ഒരു തരത്തിലും അധികൃതർ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ അങ്ങയുടെ പ്രതികരണം എന്താണ്? അല്ല, ഇതിന്റെ അകത്ത് ഈ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് തമിഴ്നാട് ബോർഡറാണ്. ഈ പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് കാപ്പാട് എന്ന് പറയുന്ന കോളനി ഉണ്ട്. അപ്പൊ ഈ മനുവിന്റെ ഭാര്യയും തമിഴ്നാടാണ് അവരുടെ തൊഴിലും മറ്റുള്ള കാര്യങ്ങളും. അത് കഴിഞ്ഞ് കോളനിയിലോട്ട് വരുന്ന സമയത്താണ് രാത്രിയാണ് സംഭവിച്ചതെന്ന് അവിടുന്ന് പ്രാഥമികമായിട്ട് ചില റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. മനു മരണപ്പെട്ടു, ഭാര്യ മിസ്സിംഗ് ആണ്. നേരത്തെ ചില ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും തെറ്റായ വാർത്തയാണ് അവിടെ ചെയ്തത്. ഭാര്യ മിസ്സിംഗ് ആണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, നാട്ടുകാരും അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഈ നൂൽപ്പുഴ എന്ന് പറയുമ്പോൾ സാഞ്ചുറി മേഖലയാണ്, കർണാടക തമിഴ്നാട് ബോർഡറാണ്. എല്ലാ സമയത്തും വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന മേഖലയാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ ഞാൻ അവിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അതോടൊപ്പം തന്നെ PCCF ജസ്റ്റിൻ മോഹനായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്തൊരു വിഷയമാണ്. കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ RKY പദ്ധതി ഉൾപ്പെടുത്തി, അതോടൊപ്പം തന്നെ റീബിൽഡ് കേരള കിഫ്ബിയുടെ പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് ഈ റീലൊക്കേഷൻ സംവിധാന പദ്ധതികളുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവർ ഇന്നും വനത്തിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു നിത്യസംഭവമായി മാറിയിരിക്കുക. ഇന്നലെ ഇടുക്കിയിൽ സംഭവിച്ചു, കഴിഞ്ഞ രാധയെ കടുവ കൊന്നു. അങ്ങനെ നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഞാനൊരു രാഷ്ട്രീയമായിട്ട് പറയല്ല, ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുകളോ നടപടിയോ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രായോഗികമായ പ്രയാസം. കാരണം ഈ വനത്തിന്റെ ഉള്ളില് രണ്ടാം ലോക മഹാകാല യുദ്ധത്തിലൊക്കെ ഈ ഗ്രാം ഫുട്ബോൾ പദ്ധതിക്ക് വേണ്ടി അവിടെയൊക്കെ ആളുകൾ താമസിപ്പിച്ചിട്ടുണ്ട്, ലീസ് കർഷകരായിട്ട്. ആദിവാസികളുണ്ട്, സാധാരണക്കാരായ കർഷകരുണ്ട്. ഇവരൊക്കെ പ്രശ്നങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിയമസഭ തന്നെ സബ്മിഷൻ പോലും ഉന്നയിച്ചതാണ്. ഒരു വേണ്ടത്രയുള്ള ഒരു ഗൗരവം ഇക്കാര്യത്തില് വനവകുപ്പും അതോടൊപ്പം തന്നെ ഗവൺമെന്റും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ സത്യം. രാത്രികാലങ്ങളിൽ ഈ ആന ആ പ്രദേശമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലുള്ള സംവിധാനങ്ങൾ പോലുമില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഈ അപകടങ്ങൾ രൂക്ഷമായി ഉണ്ടാകുന്നത്. എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ഈ ഒരു വിഷയത്തിന് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടേ? ഒരിടത്തല്ല, ഇപ്പോൾ നൂൽപ്പുഴയിൽ മാത്രമല്ല, ഇടുക്കിയിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ 1-2 മാസങ്ങളായി എത്ര പേർക്കാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നത്? സത്യമാണ് ഈ പറഞ്ഞൊക്കെ വളരെ കറക്റ്റാണ്. കേരളത്തിലൊട്ടാകെ ഏതാണ്ട് വയനാട്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ ഇന്നലെ ഇടുക്കിയില് സോഫിയ എന്ന് പറയുന്ന 45-കാരിയായ സഹോദരി ആന കൊന്നു. ഇന്ന് മനു 45 വയസ്സുകാരനാണ്. മനു യുവാവാണ്, 2 യുവാക്കളാ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 40 വയസ്സിന്റെ അടുത്തേ ഉള്ളൂ. അവർ മിസ്സിംഗ് ആണ്. രാധ ഏതാണ്ട് 45 വയസ്സാണ് രാധയ്ക്കുള്ളത്. എല്ലാം ഈ യുവാക്കൾ അവർ തൊഴിലിന് പോകുന്ന സമയത്തും തൊഴിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും ഉണ്ടാകുന്ന അപകടങ്ങളാണിത്. കരുതി ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്. ശരി, വളരെയധികം നന്ദി ശ്രീ ഐ.സി. ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് അങ്ങ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെട്ട് എത്രയും വേഗം ഒരു പരിഹാരം ഇതിന് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. കാരണം അത്രമേൽ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ വനമേഖലയിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ മലയോരത്ത് താമസിക്കുന്ന ജനങ്ങൾ, അവർ ഓരോ ദിവസവും ഭയത്തോടെ മാത്രം കിടന്നുറങ്ങാനും പുറത്തേക്കിറങ്ങാനും ഒക്കെ വരുന്നൊരവസ്ഥ. അത് നമുക്ക് ഇവിടെ നിന്ന് പറയാം, പക്ഷേ നമുക്ക് ഒരിക്കലും നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് എത്തിച്ചേരുന്നത്. ഇന്നലെ മാത്രം കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് വയനാട് നൂൽപ്പുഴയിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. മനു എന്നു പേരുള്ള 45 വയസ്സുള്ളയാളാണ്
മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ മിസ്സിംഗുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട് നിന്ന് രതീഷ് വാസുദേവൻ. ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ടാവും, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്, ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. പക്ഷേ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുകയാണ് നമ്മുടെ നാട്ടിൽ. ഇനിയെങ്കിലും അധികാരികൾ ഒന്ന് കണ്ണു തുറന്ന് ഒന്ന് വേണമെന്ന് പറഞ്ഞൊന്ന് പ്രവർത്തിക്കട്ടെ.